ഹലോ ഹലോ. എടാ നീ എവിടെയാണ്? എനിക്ക് പറ്റിയ എതിരാളി ഉണ്ട്, മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു സർപ്രൈസ് വണ്ടിയായിട്ടല്ലേ വരുന്നത്. പറ. ഒരു അമേരിക്കൻ പവർ ആയിട്ടാണ് ഞാൻ വരുന്നത്. നമ്മുടെ അടുത്ത് ജർമ്മൻ ഉണ്ടോ? ജർമ്മൻ ഞാൻ പറഞ്ഞ അമേരിക്കൻ പവർ. റിവ്യൂസിന്റെ അതിപ്രസരമായ റിവ്യൂ രസം. വെൽക്കം ടു ചാനൽ. സോ ഗൈസ്, നമുക്ക് ഇന്ന് രണ്ട് വണ്ടികളാണുള്ളത്. ഒന്ന് ഫോർഡ് ഫിഗോ ആൻഡ് ഫോക്സ്വാഗൺ പോളോ. ഇന്നൊരു ബാറ്റിൽ ആയിക്കോട്ടെ. അതെ. സോ ഇന്ന് അമേരിക്കനും ജർമ്മനായിട്ട് ഒരു അടിയാണ് നടക്കാൻ പോണത്. അതെ. എന്താണ് എനിക്ക് ജർമ്മനെ പറ്റി പറയാനുള്ളത്? ജർമ്മനായിട്ടൊരു കളിക്ക് നിൽക്കണോ? അമേരിക്കനായിട്ടൊരു കളിക്ക് നിൽക്കണോ? നിന്നോളയോ? കാണാം. ആദ്യം നമുക്ക് എഞ്ചിൻ നോക്കാം. യെസ്. നീ അതിന്റെ എഞ്ചിനിലേക്ക് നോക്ക്. എഞ്ചിൻ സൈസ് ഒക്കെ സമ്മതിച്ചു, പക്ഷെ 1.5 ലിറ്റർ സെയിം തന്നെയാണ് സൈസ്. ഇതൊരു വലിപ്പം തോന്നിക്കേണ്ടെന്ന് മാത്രമാണ് കവറിന്റെ. ഇതിന് വന്നിട്ട് 89 bhp 230 Nm ടോക്കാണ് കൊടുത്തിരിക്കുന്നത്. ടർബോ ചാർജ്ഡ് 4 സിലിണ്ടർ ഇൻലൈൻ 4. ഇതിന് GT-TDIക്ക് പവർ കൂടുതലാണ്, 108 ഹോഴ്സ് പവർ വരുന്നുണ്ട്. ഇതിപ്പോ ഹൈലൈൻ ആയതുകൊണ്ടാണ് 89 കുറച്ച് കുറവ്. അങ്ങനെയാണെങ്കിൽ എന്റെ എഞ്ചിൻ കാണാം 10 ഹോഴ്സ് പവർ കൂടുതലാണല്ലോ. പക്ഷെ 15 Nm ടോർക്ക് എനിക്ക് കൂടുതലുണ്ട്. അല്ല, അത് നമുക്ക് റോഡിൽ കാണാം. സെയിം 1.5 ലിറ്റർ തന്നെയാണ് ഇതും സൈസ്, പക്ഷെ അത് കുറച്ച് കവർ വലുതായതുകൊണ്ട് ഇത് വലിപ്പം തോന്നിക്കണ്ടെന്നുള്ളൂ. പക്ഷെ ഒരു നീറ്റ് ലേ ഔട്ടും പ്രോപ്പർ ഒരു ലേ ഔട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് പോളോയിൽ തന്നെയാണ്. അതിപ്പോ ആൾക്കാർ എഞ്ചിൻ നോക്കിയല്ലോ നോക്കണത്, വണ്ടി ഓടിക്കല്ലേ ചെയ്യണത്. Guys, do comment which is the better one. ഇതിപ്പോ സ്പെക്ക് വരാണെങ്കിൽ 99 bhp 215 Nm ടോർക്കാണ്, 10 HP കൂടുതലാണ്. 15 Nm ടോർക്ക് അവിടെ കൂടുതലുണ്ട്. നമുക്ക് എന്തായാലും റോഡിൽ അത് കാണാലോ. യെസ്. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ ലുക്സ് വെച്ചിട്ട് ആദ്യം തുടങ്ങാം. ഇപ്പൊ ടിപ്പിക്കൽ അമേരിക്കൻ സ്റ്റൈലിംഗ്, ടിപ്പിക്കൽ ജർമ്മൻ സ്റ്റൈലിംഗ്. ജർമ്മൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, 10 തുടങ്ങി 22 വരെ ഒരേ ഡിസൈൻ, ഒരേ ലുക്ക്. എന്തത് ചെറിയ ലുക്കൊക്കെ വ്യത്യാസം വരട്ടെ. തീരെ ഡേറ്റഡ് ആയിട്ട് തോന്നണില്ല മച്ചാൻ. എടാ, ഒരു യൂസേഴ്സ് 2010 മേടിച്ചു 2020 മേടിച്ചാലും വ്യത്യാസം എന്താ? ഒരേ ലുക്ക് തന്നെ അല്ലേ? പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ലുക്സ് സമ്മതിച്ചു, അത് വെറുതെ ഡ്രാമ പാട്ടായിരുന്നു. ലുക്സ് ബെസ്റ്റ് ആയിരുന്നു, ജർമ്മന്റെ ബെസ്റ്റ് ലുക്കിംഗ് ഹാച്ച് തന്നെയായിരുന്നു. അതെ. പക്ഷെ ഫിഗോ അങ്ങനെയല്ല, ഫിഗോ പലതരം ഡിഫറെന്റ് സ്റ്റൈലിങ്ങിലാണ് വന്നത്. ബട്ട് എനിക്ക് പേഴ്സണലി അതിന്റെ ഒരു ഫസ്റ്റ് ജെൻ ഫിഗോയുടെ ആ ഷേപ്പ് ഇഷ്ടം. ഞാൻ പേഴ്സണലി ഇത് ചോയ്സ്, എന്റെ ചോയ്സ് ഇതാണ്. എന്നുവെച്ചാൽ ഇത് 3 തവണ ഡിഫറൻസ് കൊണ്ടുവന്നിരുന്നു ഫിഗോയില്, ടോട്ടൽ ഡിഫറൻസ്. പോളോ എവിടെ കൊണ്ടുവന്നില്ല, അത് ഒരു ഇതുമായിട്ട് പറയാം. പിന്നെ ഫീച്ചേഴ്സും ഫീച്ചേഴ്സിൽ നീ പറയരുത്, അത്ര എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോൾ രണ്ടും ഏകദേശം ലുക്സ് സബ്ജക്റ്റീവ് ആണ്. രണ്ടാൾക്കാർക്ക് ഇപ്പൊ രണ്ടാൾക്കാർ വെച്ചാൽ ചിലപ്പോൾ ഒരാൾക്ക് ഇതാ ഇഷ്ടപ്പെടും, സബ്ജക്റ്റീവ് ആണ്. ലുക്സ് സബ്ജക്റ്റീവ് ആണ്. പ്രസൻസ് രണ്ടിനും പ്രസൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഹെഡ് ടേണർ ആയിട്ട് പറയാവുന്നത് പോളോയിൽ തന്നെ. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല, ഇതിപ്പോ അമേരിക്കൻ കാർ അല്ലേ, അതിന്റെ ഒരു ലുക്കും പ്രസൻസ് ഇതിനും ഉണ്ട്. സെയിൽസ് ഫിഗേഴ്സ് വെച്ച് നോക്കിയാൽ രണ്ടും ഐഡന്റിക്കൽ ആണ്. അതെ, 2,50,000 above രണ്ടിനും സെയിൽസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. രണ്ടും. ഇത് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിരുന്നു ഈ കാർ, പക്ഷെ ആൾക്കാർ ഇത് അറിയാണ്ട് പോയതാണ് അണ്ടർ റേറ്റഡ് ആക്കിയത്. ബെസ്റ്റ് കാർ ആയിരുന്നു, ബെസ്റ്റ് ഹോട്ടാച്ച് ആയിരുന്നു. ഈ ഗ്രില്ല് എനിക്ക് എന്താ ഓർമ്മ വരുന്നത് കാണും, ചെറിയൊരു മസ്റ്റാങ് വൈബ്സ് ഉണ്ട് അവിടെയൊക്കെ. ഇവിടെ ഈ ഗ്രില്ല് കണ്ടിട്ട് വല്ല സൂപ്പർ കാർ ഹണി കോമ്പ്, ഇതിന്റെ തന്നെ ഒരു ചേട്ടനായിട്ട് പറയാം, ഗോൾഫ്. അതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനും പാറ്റേൺ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മസ്റ്റാങ് ലുക്ക് ഇല്ലല്ലോ, എന്നാലും ഒരു സ്പോർട്സ് കാർ ലുക്ക് വേണമെന്നുണ്ടല്ലോ. പക്ഷെ എന്തോ ഇതിന്റെ ഒരു ഡയമെൻഷൻസ്, ഒരു ബൾജിനെസ് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ. അതും സബ്ജക്റ്റീവ് ആണ്. ചിലവർക്ക് ഇതിപ്പോ പീസം ഒരു ഹാച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ ഒരു എയറോഡൈനാമിക്സ്, ആ ഒരു ഒതുങ്ങി നിൽക്കുന്ന സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇതിന് കുറെ ഷാർപ്പ് ലൈൻസും ആ ഒരു ജർമ്മൻ അതിപ്പോ ക്യാരക്ടർ അല്ലേ. അമേരിക്കൻ ഷാർപ്പ് ലൈൻ ക്യാരക്ടർ അല്ല, ജർമ്മൻസ് പക്ഷെ അങ്ങനെയല്ല, ഷാർപ്പ് ലൈൻ ക്യാരക്ടേഴ്സ്. ഒരു കാര്യത്തിൽ ഞാൻ നിന്നോട് യോജിക്കാം, രണ്ടിനും ഡ്രൈവിംഗ്. ഇതില് രണ്ടിനും അതൊക്കെ പോരാ, ഡ്രൈവിംഗിന്റെ വിശേഷത്തിലേക്ക് വരാം. നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ വീൽ ബേസിന്റെ വ്യത്യാസം കണ്ടോ? അതെ. ഈ വീൽ ബേസിന്റെ വ്യത്യാസത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതെ, അതൊക്കെ തീർന്നു വരാം. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കൽ ആ ഒരു ഷാർപ്പ് ലൈൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നീറ്റ് ലേ ഔട്ട് ആണ്. പിന്നെ എന്റെ ഒരു സി പില്ലറിലേക്ക് ഒരു എക്സ്ട്രാ ഗ്ലാസ് പീസ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. സി പില്ലർ ഇല്ല, പക്ഷെ ഗ്ലാസ് ഏരിയ വലുതായതുകൊണ്ട് അങ്ങനെ ക്ലോസ്ട്രോഫോബിക് ഫീൽ ഇല്ല. പിന്നെ പറയുമ്പോൾ ഇതിന്റെ 175/65 R14 ടയേഴ്സ് ആണ്. ഇതിന്റെ 185/60 R15 R15 സ്റ്റോക്ക് ടയേഴ്സ്. സോ 1 ഇഞ്ച് ഇവരുടെ ടയർ വലുതാണ്.
പക്ഷെ ഗ്രൗണ്ട് ക്ലിയറൻസ് 174 mm ഉണ്ട് എനിക്ക് 165 ഉള്ളൂ. അവിടെയാണ് ഒരു ഡ്രോബാക്ക് ചെറുതായിട്ട് ഉണ്ട്. പിന്നെ അലോയ് വീലിന്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്. ഇപ്പോ ചിലർക്ക് ആ ഒരു സ്റ്റീൽ ഫിനിഷ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഫിനിഷ് ആയിരിക്കും ഇഷ്ടം. ഇതിപ്പോ എന്റെ ഫ്രണ്ട് കളർ ചെയ്തതാണ്, റെഡും ഒരു മെറ്റൽ കാർബൺ കളർ കൊടുത്തിട്ട് കളർ കൊടുത്തിരിക്കുകയാണ്. രണ്ടിനും ഫ്രണ്ട് ഡിസ്ക് ആണ്, രണ്ടിനും ബാക്ക് ഡ്രം ആണ്, ഫ്രണ്ട് മാത്രമേ ഡിസ്ക് ഉള്ളൂ. റയറിലേക്ക് വരുമ്പോഴും ലുക്ക് സബ്ജക്റ്റീവ് ആണ്. രണ്ടിനും ടെയിൽ ലൈറ്റ് ഭയങ്കര ചെറുതാണ്, പക്ഷെ ഇതിന്റെയാണ് കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ്, ഒരു ക്ലോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മേ ബി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതാണ്. ബിക്കോസ് GTA ലുക്കും ബാക്ക് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ GTA വേർഷൻ. ഇതിന്റെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. ബൂട്ട് സ്പേസ് ഇത് 280 ലിറ്റർ ആണ്. ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഒരു അത്യാവശ്യം ഒരു സിറ്റി യൂസിന് വേണ്ട ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. ഫാമിലി യൂസ് മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ളുണ്ട്. പക്ഷെ ലോങ് ഡ്രൈവ് അങ്ങനെയുള്ളതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ സെൻസർ ഒക്കെ വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ എന്റെ ഫ്രണ്ട് വെച്ചതാണ്, അത് അഡീഷണൽ ആഡ് ചെയ്തതാണ്. പക്ഷെ അവര് ആഫ്റ്റർ തോട്ട് എന്നുള്ള രീതിയിലായിരിക്കും അവര് പോപ്പിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഇതിന് ഹയർ മോഡൽസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിഫോക്കൽ ലൈൻസ് എനിക്ക് ഇതിന്റെ ഇത് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഔട്ട് അത് GT TSI ലും GT TDI ലും കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു സ്പോയിലർ. പിന്നെ രണ്ടിനും ബാക്കില് മിറർ ഇത് കൊടുത്തിട്ടുണ്ട്, വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനും ഡിഫോക്കൽ ലൈൻസ് വരുന്നുണ്ട്, ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇതില് ബൂട്ട് റിലീസിങ് രണ്ടിലും കീല് പറ്റും. ഇതിലും 2 times ചെക്ക് ചെയ്യാം. ബൂട്ട് സ്പേസ് ഒരു 220 ലിറ്റർ ബൂട്ട് സ്പേസ് കുറച്ച് പോളോനായിരിക്കും കൂടുതൽ. അതാ ഒരു ലോങ്ങർ വീൽ ബേസ് കൂടി ഇപ്പൊ ഇന്റീരിയർ സ്പേസ് ഇംപ്രൂവ് ചെയ്തപ്പോ ബാക്കിലെ ബൂട്ട് കുറച്ച് കുറഞ്ഞു. ലൈക്ക് രണ്ടിനും സെഡാൻ വേർഷൻസ് ഉണ്ട്, നമുക്കറിയാം. അമിയോ ഇവിടെ ആസ്പയർ ഉണ്ടായിരുന്നു. ഹലോ, എന്താ മേടിച്ചിരിക്കണ പറ, നിന്റെ കാറല്ലേ? കേറിയിരിക്കുമ്പോ എന്ത് തോന്നി? തഡ് ഒന്നും തോന്നിയില്ല. നായിന്റെ പട്ടി മോനെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? കിഡിങ് കാര്യമായിട്ട് പറ, നല്ല തഡല്ലേ. നീ ജർമ്മൻ കൊറേ തഡും സ്ട്രോങ് ആന്നൊക്കെ പറയണ്ടല്ലോ, അതിന്റെ അടുത്തുണ്ടല്ലോ. അതെ, ഇതിന്റെ ആ ഫീല് ഡോർ അടയ്ക്കുമ്പോ നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, പോളോന്റെ അത്ര വെയിറ്റ് ഇല്ലെങ്കിലും പിടിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ട് ഇതിന്. ഇന്ത്യയിൽ നല്ല ഫീൽ അല്ലേ? നല്ല ഫീലാണ്. അതുപോലെ അതിന്റെ പോലെ തന്നെ ഒരു ഫുൾ ബ്ലാക്ക് ഔട്ട് ഉള്ള ഒരു ഫീല് ഇവിടെ കാണുമ്പോൾ എക്കോസ്പോർട്ട് സിബ്ലിംഗ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗമൊക്കെ. സ്റ്റിയറിംഗ് ആയാലും ടിപ്പിക്കൽ വന്നിറങ്ങിയ ഫോണിന്റെ ടിപ്പിക്കൽ. എനിക്ക് ഈ ഒരു മോഡലിനേക്കാളും ഇഷ്ടം അതിന്റെ ആ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന മോഡലായിരുന്നു. ഫേസ് ലിഫ്റ്റിൽ ടച്ച് സ്ക്രീൻ വന്നു, പിന്നെ കുറെ ഗ്ലോസി ബ്ലാക്ക് ആയി. അത് കുറച്ചുകൂടി പ്രീമിയം ഫീൽ ഉണ്ട്. ക്ലസ്റ്റർ ഡിസൈൻ ലേഔട്ടും മാറി. അതെ, പിന്നെ അനലോഗ് ഡിസ്പ്ലേ, അതിന്റെ ഒരു ഫീല് വേറെയാണ്. ഇത് രാത്രി ഗ്രീൻ ഇവിടെ ലേ ഔട്ട്, ഈ ബ്ലൂ കളർ ലൈറ്റ് കത്തും, ഇലുമിനേഷൻ നല്ലോണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. ഇതെന്തിനാ അവിടെ കൊടുത്തിരിക്കുന്നത്? ഇത് ഫോൺ സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാം, കാർഡ് വെക്കാം, പേഴ്സ് വെക്കാം, ആവശ്യമുള്ള എല്ലാ പ്രാക്ടിക്കൽ ബിറ്റ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ചെറുതാന്നുള്ളൂ, വേണമെങ്കിൽ കോയിൻസോ നമ്മുടെ ക്യാഷിന് എന്തെങ്കിലും വെക്കാം. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ, ഇവിടെ ഒരു ഫോൺ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. ഓക്സും ഉണ്ട്, USB ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലവ് ബോക്സ്, നല്ല വലിയ ഗ്ലവ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സെഗ്മെന്റ്. അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടി ഹൈറ്റിൽ ഇരിക്കണ പോലെ തോന്നുന്നു. ഒരു ഹാച്ച് ബാക്ക് ആയിട്ട് ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീൽ. ലോങ് വീൽ ബേസിന്റെ കുറച്ചുകൂടി ടോൾ സ്റ്റാൻഡിങ് ആണ് പോളോനെ കളിക്കുന്നത്. പിന്നെ ഭയങ്കര AC ആണ് ഇതിന്റെ. എന്റെ പൊന്നു, ഭയങ്കര പവറാണ് ഇതിന്റെ AC. മോശമല്ല എന്നാലും പക്ഷെ വെട്ടിക്കും, അത് പ്രൂവൺ ആണ്. എന്താ ക്ലൈമറ്റ് കൺട്രോൾ. ഇത് ഞാൻ ജസ്റ്റ് ബൂട്ടിൽ ഒരു ലഗേജ് എടുക്കാൻ നോക്കിയപ്പോ അവിടെ കൂളായിട്ട് ഇരിക്കണം. AC പവർ ഞാൻ ആലോചിക്കുകയാണ്. ആ ബാക്ക് വരെ ബൂട്ട് വരെ ആ കൂളിംഗ് ഉണ്ട്. റെയറിൽ AC ഇല്ല, റെയർ AC വെന്റ്സ് ഇല്ലെങ്കിലും ഇതിന്റെ പവർ കാരണം ബാക്കിലുള്ള തണുക്കും, വേഗം തണുക്കും. എന്റെ ഫേസ് ലിഫ്റ്റഡ് മോഡലിൽ ബാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കേൾപ്പിച്ചത് ടിപ്പിക്കൽ TDCI എഞ്ചിന്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ, നല്ല നോയ്സ് അല്ലേ. ഇവിടെ ഐഡ്ലിംഗ് ഒരു വൈബ്രേഷൻ ഇല്ല, സ്മൂത്ത് ആണ്. ഒരു ഡീസലാന്ന് തോന്നുന്നില്ല. ജസ്റ്റ് നമ്മൾ റെവ് ചെയ്യുമ്പോ ആ ഒരു ചെറുതായിട്ടൊരു കേൾക്കാൻ പറ്റും ഡീസലിന്റെ ഒരു ഫ്ലാറ്ററിംഗ്. പിന്നെ ഓട്ടോ ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ.
പോളോയില് നമുക്കത് എല്ലാ സംഭവം പോളോനെ വെട്ടിക്കുന്ന ഒരു സംഭവം ഞാൻ വീൽ ബേസിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, നീ ബാക്ക് സീറ്റിലേക്ക് ഒന്ന് പോയി നോക്ക്. ബാക്ക് സീറ്റ് എന്താ പറയാ, ബാക്ക് സീറ്റ് ഞാൻ നിനക്ക് എഗ്രി തരാം, പോളോനേക്കാളും സ്പേസ് ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. ആ ലോങ്ങർ വീൽ ബേസിന്റെ ഒരു ഗുണമാണ്. പക്ഷെ ഫിക്സഡ് ഹെഡ് റെസ്റ്റ്. ഓക്കെ, പക്ഷെ മൂന്നാൾക്ക് ഇരിക്കാം. പോളോയില് സ്വപ്നം നടക്കിലത്തെ ആൾക്ക് ഹെഡ് ഉണ്ടാവില്ല. പ്രശ്നമില്ല, നമുക്ക് മൂന്നാളെ കൊണ്ടുപോയാൽ മതിയല്ലോ. അതെ, ഓക്കെ. പിന്നെ സീറ്റിംഗ് നല്ലതല്ലേ? നല്ലതാണ്, പൊസിഷൻ നല്ലതാണ്. ഹെഡ് സ്പേസ് ഉണ്ട്, പോളോനേക്കാൾ ഹെഡ് സ്പേസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ബൾജിനെസ്, ആ ഒരു ടോൾ സ്റ്റാൻഡ്സ് കാരനായിരിക്കും. ലൈക്ക് ഫാമിലി കാറായിട്ട് ഓടേണ്ട ആവശ്യമുണ്ടല്ലോ, അപ്പൊ അതിന് പ്രാക്ടിക്കാലിറ്റി അതുണ്ട്, പോളോനേക്കാളും ഉണ്ട്. നമുക്ക് പോളോ കാണാം. എടാ കേറി ഇരിക്കുമ്പോ തന്നെ ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ്, ഒരു എയറിനെസ് പ്രൊവൈഡ് ചെയ്യല്ലേ. ഇത് ഓക്കെ, ഒരു ജർമ്മൻ ക്വാളിറ്റി കാണുന്നുണ്ട്. ഫുൾ ഭയങ്കര ബിൽഡ് ടു ലാസ്റ്റ് ഫീൽ ഒക്കെ ഉണ്ട്. ഈവൻ ഡോർ നല്ല ഹെവി ആയതുകൊണ്ട് മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഒരിക്കലും ഇതിനൊരു നെഗറ്റീവായിട്ട് ഇതുവരെ ഞാൻ കംപ്ലൈൻസ് അതിൽ കേട്ടിട്ടില്ല. ശരിക്കും ഈ മോഡലിന് നോർമൽ ആണ് വരുന്നത്, ഇതിപ്പോ ടച്ച് സ്ക്രീൻ അവൻ കയറ്റിയതാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ രണ്ടിനുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾസും ഇവിടെ നല്ല സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് സെയിം ആസ് ഫിഗോ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് തന്നെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ആംറസ്റ്റിന് ഒരു കുറവ് സ്റ്റോക്കിലില്ല. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറച്ചുകൂടി ക്ലാറ്റർ ഉണ്ട്, അത് അഗ്രി ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഡീസലിന്റെ ഒരു വൈബ് അകത്തൊന്നും തോന്നുന്നുണ്ട്. ആക്ച്വലി ഫോക്സ് വാഗണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോളിയൂംസിൽ ഒരു ഡീസലിനേക്കാൾ ഉപരി പെട്രോളാണ്. സോ ലൈക്ക് അവരധികം എഞ്ചിനീയറിംഗ് ബിറ്റ്സിലേക്ക് അധികം പോയിട്ടില്ല. ഒരിക്കൽ പോയതിന്റെ നിങ്ങൾക്ക് അറിയാലോ ക്ഷീണം. സ്റ്റിയറിംഗ് നല്ല രസമുണ്ട് കേട്ടോ, ഫ്ലാറ്റ് ബോട്ടം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഡിസൈനാണ് ഇത് ഞാൻ പറയാം, ഗ്ലോസി വന്നപ്പോൾ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിറേഴ്സിന്റെ ഒരു സൈഡ് കൺട്രോൾസ് പറയുകയാണെങ്കിൽ എല്ലാം 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. എല്ലാം 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണല്ലേ വിൻഡോസ്. അതൊരു ഭയങ്കര യൂസ്ഫുൾ ഫീച്ചർ. അനലോഗ് ക്ലസ്റ്റർ എനിക്ക് കുറച്ചുകൂടി പോളായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ വിൽ ഗിവ് യു ദാറ്റ്. ഗ്ലവ് ബോക്സ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ അറിയോ, നീ ക്ലച്ച് ഔട്ട് ആ ഒരു ഗിയർ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ. പണ്ടേ പോളോ കൊണ്ടുവന്ന ഒരു സംഭവമാണ് റിവേഴ്സ് ഗിയറിന്റെ ആ ഒരു സ്റ്റൈല്. ഞാൻ ലൈക്ക് ആദ്യം ആലോചിച്ചു ലൈക്ക് 5 ഗിയർ ഉള്ളൂ, പിന്നെ റിവേഴ്സ് ഇവിടെ അടി കൊടുത്താൽ മതി. പക്ഷെ അതാണ് ഒരു ക്ലെവർ ബിറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അവർ അതിനും റിവേഴ്സ് ഗിയർ അത് കൊടുത്ത രീതിയാണ് അടിപൊളി. ഇനി ബാക്ക് സീറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് എനിക്ക് പറയാം. എന്ത് ക്രാംഡാ എടാ, പക്ഷെ കുഷനിങ് ഒക്കെ സോഫ്റ്റ് അല്ലേ? സീറ്റ് കുറച്ചുകൂടി ബെറ്റർ തന്നെയാണ് സംബന്ധിച്ചു. പക്ഷെ ഹെഡ് റൂം കുറവാണ്. ഹോട്ട് ഹാച്ച് ആവുമ്പോ പിന്നെ പറയാൻ വേണ്ട ഒട്ടുമില്ല. പക്ഷെ അത് ഇതിന്റെ 2 ഡോർ വേർഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഒരു ഇത് വന്നത്. പിന്നെ വീൽ ബേസും ചെറുതല്ലേ. പിന്നെ 2 ഇത് ഫിക്സ്ഡ് ഹെഡ്റെസ്റ്റ് അല്ല, അഡ്ജസ്റ്റബിൾ ആണ്. അത് ശരിയാണ്. പക്ഷെ രണ്ടിനും ആംറെസ്റ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, കുറച്ചുകൂടി ഒരു സീറ്റ് ഇത് ആവായിരുന്നു, സ്പേസ് കുറച്ചുകൂടി ആവായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു റിയർ സീറ്റ് കംഫർട്ട് കുറച്ചുകൂടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോ ഒരു സെഡാനിൽ വെന്റോയിൽ അത്രയും ലെങ്ത്തും സ്പേസും. വെന്റോ അല്ലെങ്കിൽ ജെറ്റ. കോട്ടാങ്ങേഴ്സ് ഉണ്ട്, കോട്ടാങ്ങേഴ്സ് ഇവിടെയും ഉണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് ജർമ്മൻസ് കൂടുതലും കോട്ടാങ്ങേഴ്സ് കുറെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈഡിൽ കാണാം. എന്നാ ഡ്രൈവിംഗ് ഫീൽ ഇപ്പൊ നീയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലേ, നമുക്ക് മാറി ഓടിക്കാം. നീ പറഞ്ഞ സത്യമാണോ എന്ന് എനിക്ക് പറയണല്ലോ. ഇത്ര ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് തർക്കിച്ചതല്ലേ? അതെ, ഇനിയിപ്പോ അത് നോക്കാം, മാറ്റി ഓടിക്കാം. അപ്പൊ റൈഡ് നോക്കട്ടെ, ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. നീ പറഞ്ഞ സത്യമാണോ എന്ന് എനിക്ക് അറിയണല്ലോ. പറഞ്ഞാലറിയില്ലെങ്കിൽ കൊണ്ടാലറിയും. അതെ, കാണാം. ഓക്കെ, ഡ്രൈവിംഗ് പൊസിഷൻ അടിപൊളിയാട്ടാ. ഐ വിൽ ഗിവ് യു ദാറ്റ്. ഡ്രൈവിംഗ് പൊസിഷൻ അടിപൊളി, കുറച്ചൊരു ലോവേർഡ് ആണല്ലോ, അതിന്റെ ഒരു ഇതുണ്ട്. ഇരിക്കാനുള്ളൊരു ആംബസിലൊക്കെ കൈയൊക്കെ ജസ്റ്റ് ചെയ്ത് നല്ലൊരു പൊസിഷൻ നമുക്ക് ഇരിക്കാം കംഫർട്ടബിൾ ആയിട്ട്. ഇങ്ങനെ കുട്ടിയാണ്, ലൈക്ക് നമുക്ക് ഇങ്ങനെ കൈ എത്തും, ഇത്രേ ഉള്ളൂ സൈസ്. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ് വേറെ ലെവലാ, കുറച്ചുകൂടെ താന്നിരിക്കണേ. അതെ, ഒരുപാട് റോഡായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു ഫീൽ ഉണ്ട്. സോ എഞ്ചിൻ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ പണ്ട് ഇവർ ഇനീഷ്യലി ഇറക്കിയത് 3 സിലിണ്ടർ ഡീസലായിരുന്നു. അത് പവർ ഭയങ്കര ലാക്കിംഗ് ആയിരുന്നു, ഭയങ്കര നോയ്സും നോയ്സ് ലെവൽ ഭയങ്കര. എന്താ വെച്ചാൽ 3 സിലിണ്ടർ ഭയങ്കര ഇൻബാലൻസ് ആയിരുന്നു, തല്ലി പണിയെടുപ്പിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു.
പിന്നീട് അന്നും 1.2 ലിറ്റർ പെട്രോളും ഉണ്ടായിരുന്നു. പിന്നെ MB എഞ്ചിൻ. പിന്നെ GTDSI കൊണ്ടുവന്നു. GTDSI കൊണ്ടുവന്നപ്പോ ഹോട്ട് ഹാച്ചിന്റെ ഫോളോ ഒക്കെ. ആ DSG ഗിയർ ബോക്സ് DQ200 ഭയങ്കര അടിപൊളിയായിരുന്നു. ക്വിക്ക് ഷിഫ്റ്റ്സും ആ ഒരു ഫീല് തന്നെ മാറിപ്പോയി. പിന്നെ അവരാ 3 സിലിണ്ടർ ഡീസൽ മാറ്റിയിട്ട് 1.6 ഡീസൽ കൊണ്ടുവന്നു നമ്മുടെ വെന്റോലൊക്കെ. അതിനും പിന്നെ നമ്മുടെ പ്രൈസ് ഇത് കൂടണോണ്ട് 1.5 പോയി, വിച്ച് ഇസ് ദ ബെസ്റ്റ് TDI എഞ്ചിൻ പോളോയിലാണ്. യെസ്, പോളോയിൽ വന്നപ്പോ ആ ഒരു എഞ്ചിൻ നോട്ടും ഒരു 4 സിലിണ്ടറിന്റെ ബാലൻസ് വന്നപ്പോ അടിപൊളി. ഒന്നാമത് ഈ വണ്ടി ചെറിയ സൈസും കൂടി ആയതുകൊണ്ട് ഈ ഡീസൽ എഞ്ചിൻ വന്നപ്പോ ഭയങ്കര ഒരു ഡ്രൈവ് സെന്ററൊക്കെ ആയി. GTDSI ബെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഡീസലിന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഫ്രണ്ട് എൻഡ് ഭയങ്കര വെയിറ്റ് ഉണ്ട് ഡീസൽ എഞ്ചിന്റെ ഒരു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡ്സ് ആ ഹാൻഡ്ലിങ്ങിൽ കുറച്ച് ബെറ്റർ ഉണ്ട്. GTDSI കുറച്ചുകൂടിയും ലൈറ്റ് വെയിറ്റ് ആണ്. GTDSI നല്ലതായിരുന്നു അല്ലേ. പിന്നെ GTDSI അവരൊന്ന് റീവർക്ക് ചെയ്ത് 1.2 ലിറ്റർ വന്നതാണ് ലാസ്റ്റ് ഒക്കെ. പിന്നെ 1 ലിറ്ററിലോട്ടായി. അതായിരുന്നു ലാസ്റ്റ് ഇയറായിരുന്നു അല്ലേ. പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോൾ വോക്സ്വാഗന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ, ട്യൂണിങ്ങിന്റെയും മറ്റൊക്കെ ഇഷ്യൂസ് ഒക്കെ കാരണം ഡീസൽ പിന്നെ BS6 കംപ്ലൈന്റ് ആയില്ല. BS6 വന്നപ്പോ എമിഷൻസ് കാരണം എഞ്ചിൻ സൈസും ചെറുതാക്കേണ്ടി വന്നു, ഡ്രോപ്പ് ഡൗൺ ചെയ്യേണ്ടി വന്നു. പിന്നെ പെട്രോൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഈ പ്രൈസ് കുറെ ഇതാവും. പിന്നെ 2021 എന്റെ ഒക്കെ ആയപ്പോ ഡിസ്കണ്ടിന്യൂഡ് ആയി പോളോ. സ്റ്റിയറിംഗ് ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റിയറിംഗ് നോക്കുമ്പോഴേ എനിക്ക് പഴയതിന്റെ സ്റ്റിയറിംഗ് ഇഷ്ടം. പുതിയ വോൾസ്വാഗന്റെ സ്റ്റിയറിംഗ് എനിക്ക് അത്ര. പുതിയതിന്റെ ഒരു VW ലോഗോ നമ്മളിപ്പോ പ്രീവിയസ്ലി ഷൂട്ട് ചെയ്തപ്പോ ടൈഗണിലായാലും എടുത്താലും ആ ഒരു 2D ലോഗോ അത്ര അട്രാക്റ്റീവ് അല്ല. ലോഗോ ആണെങ്കിൽ കുറച്ച് ഒരു മാറ്റ് ആയതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യേണ്ട ഒരു രസമുണ്ട്. ഇതിന് ഇതിന്റേതായിട്ടുള്ള സ്റ്റാൻസ് ഉണ്ട് ആ ഒരു ഡിസൈൻ വൈസ്. GTDSIന്റെ ഒരു പ്രശ്നം മൈലേജ് ആയിരുന്നു. അത് ഇതിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഡീസൽ. ഇത് ബെസ്റ്റ് ഹോട്ട് ഹാച്ച് എന്ന് പറഞ്ഞ ഈ എഞ്ചിൻ ഉണ്ടല്ലോ 1.5, അതാണ് നമ്മൾ ഫിഗോവും ഇതും കൊണ്ടുവരാൻ കാരണം. ഫിഗോവും ബെസ്റ്റ് ഹോട്ട് ഹാച്ച് എഞ്ചിനാണ്. ഇതില് ഡീസലിന് പ്രശ്നം എന്താ വെച്ചാൽ ലാഗ്, നല്ല ലാഗ് ഉണ്ട്. സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫ് അല്ലേ, ഒരു എടുത്തു ചാടലുണ്ട് വണ്ടിയില്. അതുകൊണ്ടാണ് റൈഡ് ഒരു നോയ്സ് ചെറുതായിട്ട് കേൾക്കാം ഉള്ളില്. ബിക്കോസ് ഇത് ജർമ്മൻ എഞ്ചിനീയറിംഗ് ആയിട്ടൊരു ഒരു സസ്പെൻഷൻ എനിക്ക് തോന്നിയത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് കൊടുത്ത പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് GTDSIയും ഡീസലൊക്കെ ഭയങ്കര ഹാൻഡ്ലിംഗ് ആയത്. സ്റ്റിഫ് സസ്പെൻഷൻ കൂടിയല്ലേ. ടു സ്മൂത്ത് കൊടുത്തത് നമുക്ക് ഡ്രൈവ് ഫീലിനെ കോംപ്രമൈസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൊടുത്തത്. ഇതിപ്പോ എന്റെ ഫ്ലാറ്റിലുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് നിദാല്. നിദാലിന്റെ ആണ് പോളോ. അപ്പൊ അവൻ ഡെയിലി യൂസ് ആണ്, ഡെയിലി കോളേജ് പോണതിലാണ്. അവനായിരുന്നു വോൾവോ S90 ഉണ്ടായിരുന്നത്. അപ്പൊ അവന്റെ ഫാമിലിയില് ലൈക്ക് ലക്ഷറി കാർസ് കുറെ A6 അങ്ങനെ അങ്ങനെ പലതരം മേടിച്ചിട്ടുണ്ട്. ഭയങ്കര കാർ എന്തൂസിയാസ്റ്റ് ആണ്. ലക്ഷറി കാർസിന്റെ നോളജ് ഭയങ്കര അവന്. A6ഉം S90ഉം അങ്ങനെ അങ്ങനെ പലതരം ലക്ഷറി കാർസ് അവന്റെ ലൈക്ക് ഫാദർ ആണെങ്കിലും ഓൺ ചെയ്തിട്ടുണ്ട്. ഫാദറിന് കുറെ ലക്ഷറി കാർസ് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും പുള്ളി വോൾവോ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ഹോട്ട് ഹാച്ച് എടുക്കാനും ഒരു കാരണം പോളോ. ലൈക്ക് അവൻ സെക്കൻഡ് എടുത്തതാണ്. ഡെയിലി കോളേജ് യൂസിനായാലും മൈലേജ് എടുത്ത് പറയേണ്ട ഒരു സാധനം. സിറ്റി യൂസിൽ 12-13 ലോക്കാണ് എങ്ങനെ ഓടിക്കുമ്പോൾ. ലൈക്ക് അത്രയും പറപ്പിച്ച് ഓടിച്ചാൽ മാത്രം ഞാൻ ഒരു പ്രാവശ്യം 8-9 ഒക്കെ കണ്ടിട്ടുണ്ട്. വിച്ച് ഇസ് ഭയങ്കര അല്ലേ. ബിക്കോസ് ഇത് അവൻ ഹൈവേയിൽ ഒരു ദിവസം പോയപ്പോ 20 വരെ പോയി മൈലേജ്. അതാണ് ഡീസലിന്റെ ഒരു ലൈക്ക് അത്രയും ലോങ് സ്ട്രെച്ച് റൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡീസൽ ഇസ് ദ വൺ ടു ഗോ. അതെ. പിന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസ് വേറെ ലെവലാട്ടോ അതിന്റെ. നല്ല വെയിറ്റ് ആണ് സ്റ്റിയറിംഗ്, നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് ഈ വെയിറ്റ് ഉള്ള സ്റ്റിയറിംഗ് ഭയങ്കര ഇഷ്ടം. ലൈക്ക് ഓവർ വെയിറ്റ് അല്ല, നമുക്ക് വേണ്ട ഒരു വെയിറ്റ്നെസ് ഉണ്ട് വണ്ടിക്ക്. സ്പീഡ് കൂടുമ്പോഴേ മാത്രമാണ് ആ ഒരു ഇത് കൂടി വരുള്ളൂ. ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യണത് ആ രണ്ട് ഡീസൽ സെഗ്മെന്റ്സിൽ രണ്ട് ബെസ്റ്റ് കാർസ് തന്നെയാണ്, രണ്ട് ഹോട്ട് ഹാച്ചസ്. അപ്പോ ഡെലിവറി ഞാൻ പവർ ഡെലിവറിയുടെ പറഞ്ഞില്ലേ ലാഗ്. അപ്പൊ ഞാൻ ഇപ്പൊ സെക്കൻഡ് ഗിയറിലല്ലേ, നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പൊ സ്ലോ ചെയ്തു, ഫുൾ ചവിട്ടി. ഒരു 2K RPM കഴിഞ്ഞ പുള്ളിയാണ് കേട്ടോ. ആ പുള്ള് വേറെ ലെവലാട്ടോ. അതാട്ടോ വണ്ടി ഇങ്ങനെ റെഡിയാണ്. ടോക്ക് ഇപ്പോഴാണ് കിക്കിങ് ചെയ്യുന്നത്. അതെ, ആ ഒരു ഇനീഷ്യൽ ലാഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലാഗ് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, ഈവൻ ഓൾമോസ്റ്റ് എല്ലാ ഈ ഒരു സെഗ്മെന്റിൽ എല്ലാ ഡീസൽ എഞ്ചിൻസ് എടുത്ത് നോക്കിയാലും ആ ഒരു 1 or 2 seconds ലാഗ് ഉണ്ട്.
കൊടുക്കുമ്പോൾ തന്നെ ഒരു 2.5K RPM ഒന്ന് ബൂസ്റ്റ് ആയാൽ മാത്രമാണ്. ലൈക്ക് ഇത് ലോ എൻഡ് ഇല്ല, മിഡ് റേഞ്ചിലാണ് പവർ. ടോപ്പ് എൻഡും അത്യാവശ്യം 160 170 ആണല്ലേ ടോപ്പ് സ്പീഡ് പറയണം. എനിക്ക് ഗിയറും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ട് ഗിയർ അല്ലേ, നല്ല ഷിഫ്റ്റിംഗ് ആണെങ്കിലും ഒരു നോച്ചിനെസ് ഉണ്ട് എങ്കിലും ഒരു ഇടുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. നല്ല സ്റ്റിക് ഷിഫ്റ്റ് അടിപൊളിയാണ് ഇതിന്റെ. ഒരു സോളിഡ് ഉണ്ട്. ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പൊ നമുക്ക് അവൈലബിലിറ്റി ഇല്ല ഡീസൽ ഓപ്ഷൻസിന്റെ. ഇപ്പോ പെട്രോൾ ഓപ്ഷൻസ് ആയാലും നിന്നു. ഹോൾ യൂണിറ്റ് കമ്പനി തന്നെ ഇപ്പൊ ഒരു പോളോടെ ഡിസ്കണ്ടിന്യൂ ആയി. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും റീസെയിൽ മാർക്കറ്റിൽ ഹെവി പ്രൈസിംഗ് ആണ്, എസ്പെഷ്യലി TDI എഞ്ചിൻ. ബട്ട് ഞാൻ പറയണ ഒരു മെയിൻ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, മെയിൻ്റെനൻസ്. ഈ പോളോന്റെ ഡീസൽ 1.5 തന്നെ ആകെ പറഞ്ഞിരുന്ന ഇഷ്യൂ മെയിൻ്റെനൻസ് കോസ്റ്റ് ഇസ് വെരി ഹൈ. ഒരു നമ്മുടെ ഈ പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികളിൽ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇതിന്റെ ഭയങ്കരമാണ്. ലൈക്ക് ഇനീഷ്യൽ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, ഇവനിപ്പോ കംപ്ലൈൻസ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ അവൻ അത് വോൾക്സ്വാഗൻ ഷോറൂം പോയപ്പോൾ 1 lakh ആണ് ബില്ല് അടിച്ചത്. പക്ഷെ അതിലും ഒരു വഴിയുണ്ട്. നമ്മൾ ഔട്ട്സൈഡ് നല്ല സർവീസ് സെന്റേഴ്സ് കണ്ടുപിടിക്കുക. അവിടെ പോയാൽ നമുക്ക് നല്ല വില കുറവിന് സർവീസ് കോസ്റ്റ് കിട്ടും. പിന്നെ ആഫ്റ്റർ ഓൾ ഒരു ജർമ്മനാണ്, അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു കെയറും എല്ലാം കൊടുത്ത് വേണം അത് കൊണ്ടുനടക്കാൻ. പിന്നെ ഇഷ്യൂ ABS സെൻസർ, അത് കാഷ്വാലിറ്റി ആണ്, എപ്പോഴും ഉള്ളൊരു കാഷ്വാലിറ്റി ഇഷ്യൂ ആണ്. എപ്പോഴും ഒരു ട്രോള് പോലും ജർമ്മൻ യൂസേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഒരു ചാക്ക് ABS സെൻസർ വാങ്ങിച്ചു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളത്. എസ്പെഷ്യലി പോളോയില് കുറച്ചധികം ABS സെൻസർ ഇഷ്യൂസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അത്രയൊക്കെ ഉള്ളു. ഇനി നമുക്ക് ഫിഗോ ട്രൈ ഔട്ട് ചെയ്യാം. ഇനി എനിക്ക് അതാണ് അറിയേണ്ടത്. ഏത്? നിന്റെ ഫിഗോ. ഇനി ഫിഗോ ട്രൈ. യെസ്, അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞ ഫാക്ട്സ് എനിക്ക് മനസ്സിലാവും. ഇനീഷ്യലി എടുക്കുമ്പോ ക്ലച്ചിന്റെ ക്ലച്ച് മാത്രം മതി. ലൈറ്റ് വെയിറ്റ്. ലൈറ്റ് വെയിറ്റ് കുറച്ചുകൂടി ഇതിന്റെയാണ്. രണ്ട് വെയിറ്റ് ഉണ്ട് ക്ലച്ചിന്, പക്ഷെ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ഇതിന്റെയാണ്. ഈ ക്ലച്ചിന്റെ ത്രോ ഉണ്ടോ? ക്ലച്ച് വിടുമ്പോ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അത് രണ്ടില് ഞാൻ നോക്കിയപ്പോ കുറച്ചുകൂടി ക്ലച്ചിൽ കുറച്ച് മൂവ്മെന്റ് കൂടുതൽ ഇതിനുണ്ട്. അത് യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ നല്ല ഹൈ ട്രാഫിക് ഒക്കെ വരുമ്പോ തൊട്ടടുത്തടുത്ത് പോകാനൊക്കെ ഈ ക്ലച്ച് നല്ലതാണ്. എങ്ങനെയുണ്ട് സ്റ്റിയറിംഗ്? എനിക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഡോട്ട് ഫിനിഷ് ആ ഒരു പോളോയിലാണ് ഇഷ്ടപ്പെട്ടെങ്കിലും പിടിക്കാനും ഒരു ഹോൾഡിംഗ്, ഒരു ടച്ച് ആൻഡ് ഫീൽ ഒക്കെ ഉണ്ട്. ഇവിടെ അതിന്റെയും അടിപൊളിയാണ് ഡ്രൈവറിന്റെ ആ ഒരു പൊസിഷൻ. ലൈക് പോളോന്റെ കുറച്ച് ലോവറിൽ പൊസിഷൻ അടിപൊളി, ഇതിന്റെ കുറച്ചും കൂടെ ഹയർ ആണ്, പക്ഷെ നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. അവര് ഇതിന്റെ മീഡിയം പൊസിഷനിലുള്ള ഒരു നല്ല അടിപൊളിയാണ് ഇതിന്റെ ഡ്രൈവ് സസ്പെൻഷൻ. അടിപൊളി സസ്പെൻഷൻ ആണ്. നമ്മുടെ കണ്ടെയ്നർ റോഡ്സിൽ പ്രാവശ്യം ഒരു നല്ലൊരു സ്പീഡിൽ പോയിരുന്നു, ആ ജംപ്സ് ഒന്നും ഇതിൽ കിട്ടുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് സോക്കിങ്. അതാണ് പോളോയിൽ എനിക്കൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ്, അതിന്റെ സ്റ്റിഫ് സസ്പെൻഷൻ ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റർ ആക്കി ഇപ്പൊ കുറച്ചും കൂടെ റൈഡ് നന്നായിട്ടുണ്ട്. പക്ഷെ ഹാൻഡ്ലിങ് സ്റ്റിൽ പോളോ. അതിലാണ് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ പോളോനെ സെയിം കമ്പീറ്റ് ചെയ്യാനുള്ള ഹാൻഡ്ലിംഗ് ഉണ്ട്. ഒരു എഞ്ചിനാണ് ഇതിനുള്ളത്. എഞ്ചിൻ മാത്രമല്ല, ഡ്രൈവിംഗ് ഹാൻഡ്ലിംഗ് ഭയങ്കരമാണ് ഇതിന്റെ. അത് കുറെ പേര് അറിയാണ്ട് പോയിട്ടാണ് ലൈക്ക് പോളോ എടുത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഭയങ്കര ഹാൻഡ്ലിംഗ് ആണ്, അൺറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഫിഗോന്റെ. അടിപൊളി ഹാൻഡ്ലിംഗ് ആണ്. എടുത്തെടുത്ത് നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി അത്ഭുതപ്പെട്ടു പോയിട്ടാണ്. ബിക്കോസ് ഞാൻ വോൾക്സ്വാഗൻ ആണ്, നമ്മുടെ മൈൻഡിലേക്ക് അങ്ങനെയാണല്ലോ വോൾക്സ്വാഗൻ ബെസ്റ്റ് ഹാൻഡ്ലിംഗ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഈ ഫിഗോ ഓടിച്ചപ്പോഴാണ് എടാ ഇതിന്റെ ഒരു ഗിയർ നോബ് എന്ത് ക്യൂട്ട് ഡിസൈൻ ആണ്. എനിക്ക് പോളോടെ അതേ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഗിയർ ഇടയ്ക്ക് ഒരു നോച്ചിനെസ് ഉണ്ട്, സെക്കൻഡ് തേർഡ് ഇട്ട് ഈ സെക്കൻഡ് തേർഡ് ഇട്ട് നോക്കി ഒരു നോച്ചിനെസ് ഉണ്ട്. അത് ചെറുതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഇതിന്റെ ഗിയറിന്റെ പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടിന്റെ അടിപൊളിയാണ് ഗിയർ. രണ്ട് 5 സ്പീഡാണ്. ആക്ച്വലി കമ്പാരിസൺ നോക്കുമ്പോ എല്ലാ സിമിലാരിറ്റീസും ഉണ്ട്. 1.5 ലിറ്റർ ഡീസൽ, അതെ 5 സ്പീഡ് ഗിയർ ബോക്സ്, റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് രണ്ടും ഏകദേശം നല്ല കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ ചൂസ് ചെയ്യാൻ ഫിഗോ ആയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാം? ലോങ് ടേം റിലയബിലിറ്റി. യെസ്, അതൊരു ഫാക്ടറാണ്. പക്ഷെ സെക്കൻഡ് ഫാക്ടർ, ഇതിന്റെ സസ്പെൻഷൻ ഇത്ര അടിപൊളി പ്ലേ ഉണ്ടായിട്ടും നല്ല റൈഡും ഹാൻഡ്ലിംഗും ഉണ്ട്. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ബാഡ് റോഡ്സിന് അടിപൊളിയാണ് ഇതിന്റെ സസ്പെൻഷൻ. എല്ലാം സോക്കിയുണ്ട്. മൈലേജ് ഇതിനാണ് കൂടുതൽ. 10 ഹോഴ്സ് പവർ ഉണ്ടെങ്കിലും, എക്സ്ട്രാ 10 ഹോഴ്സ് പവർ ഉണ്ടെങ്കിലും ഇതിനാണ് മൈലേജ് കൂടുതൽ. ലൈക്ക് ക്ലെയിംഡ് പറയണത്
കമ്പനി 25 ആണ് ഫിഗോന്. റോഡ് ലൈക്ക് സിറ്റിയിൽ ഒരു 15 to 18 ഇടയ്ക്കും പിന്നെ ഹൈവേസിൽ അബൌട്ട് 20 ഒക്കെ കിട്ടുന്നുണ്ട്. പോളോനേക്കാൾ എഫിഷ്യന്റ് ആണ്, പക്ഷെ രണ്ടും നല്ല എഫിഷ്യന്റ് കാർസ് ആണ് ഹൈവേസിൽ. കണ്ടാ ബാഡ് റോഡ് സസ്പെൻഷൻ കണ്ടോ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഈ സെയിം സ്ഥലത്ത് വന്നപ്പോൾ ഈസി ആയിട്ട് അത് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മൈലേജ് ഇപ്പൊ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വണ്ടിയാണ് ആനന്ദ്. അവൻ ഭയങ്കര ബൈക്കും കാറും എന്തൂസിയസ്റ്റ് ആണ്. ഈവൻ അവൻ കുറച്ചുകൂടി എന്നെക്കാളും അറിവുണ്ട്, നോളജ് നല്ലോണം ഉണ്ട്. അങ്ങനെയാണ് അവൻ നല്ല ഓരോ നോക്കി നല്ല റിസർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്തത്. അതെ, അവൻ റിസർച്ചിങ് ഭയങ്കരമാണ്. അവന് ഭയങ്കര അറിയാം ഏത് വണ്ടി എടുക്കണം കറക്റ്റ് ആയിട്ട്. അതൊക്കെ റിസർച്ച് ചെയ്തെടുത്തതാണ്. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയാണ് സ്കൂളിലുള്ള. എന്റെയും അനന്തുവിന്റെ ഒക്കെ സെയിം സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഡെയിലി കോൺവെർസേഷൻ ആണ്. കാറും ബൈക്കും ഇങ്ങനെ എപ്പോഴും കോൺവെർസേഷൻ ആണ്. ഏത് കാറും അതെ ഇങ്ങനെ നീളും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ മൈൻഡ് സെറ്റ് ആണ്. കാറും ബൈക്കും ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. പിന്നെ അവൻ പറഞ്ഞത് മൈലേജ്. അവൻ ലോങ് ഒരു ദിവസം പോയപ്പോ അവന് 23 വരെ പോയി. അത് ഭയങ്കര അത്ഭുതം. ലൈക്ക് ഇത്രയും പവർ ഉള്ള ഒരു വണ്ടിക്ക്. വേറൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുണ്ട്, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി. ഇതിന് ഭയങ്കര മാസ്കിംഗ് പവർ ഉണ്ട് കമ്പയർ ടു പോളോ. മാസ്കിംഗ് പവർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 100 പോകണമെന്നൊരു ഫീലേ ഇല്ല. ആ ഒരു ഡീസൽ ക്ലാറ്ററിംഗ് കുറവായിരിക്കും. പക്ഷെ ഫീൽ ഇല്ല നമുക്ക്. ആ വിന്നോയ്സും ഒരു ഇത് തോന്നില്ലേ, ഒരു 100-120 പോകുമ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ല, ഇതിന് ഭയങ്കര മാസ്കിംഗ് പവർ ഉണ്ട്. പക്ഷെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി രണ്ടിനും ഉണ്ട്. പോളോന് കുറച്ചും കൂടി നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സ്റ്റിഫ് സസ്പെൻഷൻ ആയിട്ട് വണ്ടി പൊക്കോളുന്നൊരു എഞ്ചിൻ വെയിറ്റും കൂടെ ഒരു ജർമ്മന്റെ ഒരു ക്യാരക്ടറാണ്. ആ ഒരു പവർ ഹൈ സ്പീഡിൽ പോയാൽ ആ ഒരു പിടുത്തുണ്ടല്ലോ. പക്ഷെ ഇതിനും ഉണ്ട്. അതാണ് അത്ഭുതം. ലൈക്ക് എല്ലാവരും വോൾസ്വാഗൻ പറഞ്ഞ ഓവർ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഫോർഡ് ഭയങ്കര അൺറേറ്റഡ് ആയി പോയി ചില ഭാഗങ്ങളിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു അത് മെയിൻലി എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻസിലൊക്കെ ഒരു എന്താ പറയാ ഒരു സ്ലീക്ക് ഡിസൈൻസ്, ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഡിസൈൻ ഫ്ലോ, അതിന്റെ ഒരു കുറവുകൊണ്ടായിരിക്കാം. മോഡിഫിക്കേഷനും പിന്നെ ഭയങ്കര എന്താ പറയാ പൊട്ടൻഷ്യലും പോളോനാണ്. ഭയങ്കര മോഡിഫിക്കേഷൻ സ്റ്റൈൽസും വണ്ടിയുടെ ട്യൂണിങ്ങും കുറെ ചെയ്തു പോണവരുണ്ട്. ആ എഞ്ചിൻ അതിന് കേപ്പബിൾ ആണ്. അതുപോലെ വൈഡ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ, എന്ത് ആഡ് ചെയ്യാൻ, എന്തെങ്കിലും ആണെങ്കിലും. ഇപ്പൊ ഈ ഒരു കാറിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ഡൺ. എല്ലാം റെഡിലി ഉണ്ട് ഇതില്. പക്ഷെ എന്നിരുന്നാലും ഒരു ഡിസൈറബിൾ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഓപ്ഷൻ പറയുമ്പോൾ ഓപ്ഷൻസ് കുറവാണ്. പക്ഷെ ഇത് സ്റ്റേജ് 2 ട്യൂൺഡ് വേറെ ലെവലാണ്. ഇതിന്റെ സ്റ്റേജ് 2 ട്യൂൺഡ് ഞാൻ കണ്ടിരുന്നില്ലേ, മറ്റേ ബ്ലാക്ക് ഔട്ട് ആക്കി ഒരാള് മോഡിഫൈ ചെയ്ത് പൊളിയാണ് സ്റ്റേജ്. വേറൊരു പ്രശ്നമുണ്ട്, ഇതിന്റെ ABS കുറച്ച് ഇൻട്രൂസീവ് ആണ്, കുറച്ച് സെൻസിറ്റീവ് ആണ് ഇതിന്റെ ABS. അത് ചെറുതായിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷെ നമ്മുടെ സേഫ്റ്റി നോക്കുമ്പോൾ ഹൈവേ ഡ്രൈവിൽ നമ്മളൊന്ന് ചവിട്ടി കൊടുത്തപ്പോ കിട്ടിയിരുന്നു. നീ എഞ്ചിൻ പവർ നോക്കാം. സോ ലൈക്ക് ഇപ്പൊ ഒരു സെക്കൻഡിന് ലോഞ്ച് ചെയ്യാം. സ്ലോ ഡൗൺ ചെയ്യുന്നു. ഫുള്ള് ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ നോച്ചിനെസ് ഇത് പോളോ പോക്കണ്ട. ഇതാണ് ഞാൻ പോളോയില് പറഞ്ഞൊരു ഡിഫറൻസ്. ഇതിന്റെ ഫുള്ള് വേറെ ലെവലാണ്. സോ ടേണിങ് റേഡിയസ്, അത് ഇതിലെനിക്ക് എടുത്തു പറഞ്ഞൊരു ഫീച്ചർ എന്താണെന്ന് അറിയോ? ഒരു പ്രാവശ്യം കണ്ടെയ്നർ റോഡിൽ നിന്ന് ആനന്ദ് യൂ ടേൺ എടുത്തു. നോക്കുമ്പോ ബൈക്ക് തിരിക്കില്ലേ, അമ്മാതിരി ടേണിങ് റേഡിയസ്. നീ ഒന്ന് ചെക്ക് ചെയ്തോ? ഈസി, ഒട്ടും തന്നെ ആ ഒരു സൈഡിലേക്ക് പോണില്ല. അതാണ് നമുക്ക് എവിടെ ഇട്ട് വേണ്ടി തിരിക്കാം. അതൊരു ഭയങ്കര അടിപൊളിയാണ്. ഇനി നമുക്ക് വേർഡിലേക്ക് എത്താം അല്ലെ. സോ ഈ കാറ് ഇപ്പോഴും സെക്കൻഡ് നന്നായിട്ട് ഓടുന്നുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. 1.5 ഡീസലായിട്ട് ഇത്ര എന്താ വെച്ചാൽ ഈ ഇടയ്ക്ക് അവൻ സർവീസ് ചെയ്തു. അപ്പൊ അവന്റെ അതിന്റെ ഇത് നമുക്ക് ഇടാം, സർവീസിന്റെ ഒരു ബില്ല്. എല്ലാവരും നെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഡീസൽ കാറിന് ഇപ്പോഴും അടിപൊളി ഫോർഡ് സർവീസ് ഉണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് എടുത്തു വിചാരിച്ച് പേടിക്കരുത് ആരും. ഫോർഡിന് ഇപ്പോഴും സപ്പോർട്ട് ഉണ്ട്. അടിപൊളി സർവീസ് ആണ്. ഞാൻ എടുത്തു പറയുന്നത് ചേരാനല്ലൂരിന്റെ സർവീസ് ആണ് ഇപ്പോൾ ചെയ്തത്. അടിപൊളി സർവീസ് ആയിരുന്നു. ഇൻഫാക്ട് 90,000 കിലോമീറ്റർ ആയ വണ്ടി സർവീസ് ചെയ്തപ്പോൾ 6,000
6,000 rupees for a diesel car. പോളോയിൽ നമുക്കിപ്പോ ഒരു ഫോക്സ് വാഗന്റെ ഏതൊരു ലൈനപ്പിൽ ഏത് കാസും ഏറ്റവും ചെറിയ കാർ എടുത്താൽ പോലും 10K കുറഞ്ഞൊരു ബില്ലായിട്ട് സർവീസ് സെന്ററിൽ നിന്ന് മടങ്ങിയ ചരിത്രമില്ല. പക്ഷെ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ജർമ്മൻ ബിൽഡ് കുറച്ച് ക്വാളിറ്റിയും ഭയങ്കര എക്സ്പെൻസീവ് പാർട്സും ഒക്കെയാണ് അത്. പക്ഷെ അതിന്റെ ഒരു ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇഷ്യൂസ് ആണ് ഒരു പ്രശ്നം പറയാൻ. പക്ഷെ ഇഫ് യു ഹാവ് ദ മണി പോളോ ചൂസ് ചെയ്യാം അല്ലേ. ബട്ട് നിങ്ങൾക്ക് എല്ലാം വേണമെന്നാണെങ്കിൽ ഫിഗോ നോക്കാം. ദാറ്റ് മീൻസ് ഡെയിലി യൂസ് ആണെങ്കിൽ രണ്ടും ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു ജർമ്മൻ ഫാൻ ബോയ് ആണെങ്കിൽ അല്ലെങ്കിൽ ജർമ്മൻ അഫോർഡ് ചെയ്യാന്നൊരു ഉറപ്പുള്ളവർക്ക് ആ ഒരു ലെവൽ ഓഫ് കംഫർട്ട് ആൻഡ് ഫീഡ്ബാക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെ പോളോ. പക്ഷെ രണ്ടും എടുത്താൽ ഒരിക്കലും റിഗ്രറ്റ് ഇല്ല. രണ്ടും ഏകദേശം 5 to 5 സെയിം ആണ്. ഒന്നിനൊന്നിനും മെച്ചമാണ്. അതുകൊണ്ട് ഫിഗോ എടുക്കുക അല്ലെങ്കിൽ പോളോ എടുക്കുക. രണ്ടും സ്റ്റോപ്പ് ചെയ്ത വണ്ടികളാണ്. പക്ഷെ അത് വെച്ച് പേടിക്കേണ്ട. സർപ്രൈസിംഗ്ലി ഫിഗോക്ക് ഒരു BS6 ഡീസൽ എഞ്ചിനും കൂടി കൊടുത്തിരുന്നു. അതെ, ആ ഒരു ഫാക്ടർ കൂടെ നോക്കുമ്പോൾ. അതെ, പക്ഷെ ഒരു ഫാമിലി കാർ ആയിട്ട് നോക്കുമ്പോൾ ഫിഗോ ഓപ്റ്റ് ചെയ്യാം. നല്ല AC പവർഫുൾ AC ആണ് അവര് കമ്പയർ ചെയ്യുമ്പോൾ. നല്ല സ്പേഷ്യസ് ആണ്. പ്രാക്ടിക്കാലിറ്റി, ഒരു സ്പേസ് എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട്. അതെ, പക്ഷെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണം, ലുക്സ് വേണമെന്നാണെങ്കിൽ പോളോ ചൂസ് ചെയ്യാം. ലുക്കും പ്രാക്ടിക്കാലിറ്റി റിലയബിലിറ്റി പ്ലസ് എല്ലാം വേണമെന്നാണെങ്കിൽ ഫിഗോ ഓപ്റ്റ് ചെയ്യാം. രണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ റിക്വയർമെന്റ്സ് വെച്ചിട്ട് രണ്ടും എടുത്താലും അടിപൊളി ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഹോട്ട് ഹാച്ചിലത്തെ 2 ഡീസൽ ബെസ്റ്റ് കാർസ് ആണ്. സെക്കൻഡ് ഹാൻഡ് ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലേ. താങ്ക് യു. സോ ഹേ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇവര് തമ്മിലുള്ള ഒരു ജർമ്മനും അമേരിക്കനും ബാറ്റിൽ. കമന്റ് ഡൗൺ ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആൻഡ് വിച്ച് വൺ വുഡ് യു പ്രിഫർ ഇഫ് യു ഗോട്ട് എ ചാൻസ് ടു ഓൺ വൺ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ, ഫുഡ്, അതുപോലെ തന്നെ ടെക് കാണാനായി ഡു സബ്സ്ക്രൈബ് ടു റിവ്യൂറിസം. നമ്മൾ ഇതിനു മുന്നേ ചെയ്ത ടൈഗുന്റെ വീഡിയോ കാണാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ടെക് എപ്പിസോഡ് കാണാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് വിൽ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.